നമ്മളങ്ങനെ മരം കാണാൻ പോകുന്ന ട്രിപ്പിൽ അവസാനം നമ്മൾ സ്റ്റേജിന്റെ സ്ഥലത്തെത്തിപ്പെട്ട് ഓക്ക് ലോഡ്ജ്. ഡോറും തുറന്ന് ഉള്ളിക്കയറി നോക്കിയപ്പോൾ നല്ല വിശാലമായ റൂമുകൾ. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ രണ്ടാൾക്ക് സുഖമായി നിന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന കിച്ചൺ. ബാത്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരത്തിനൊക്കെ ഉണ്ടാക്കി ഇരിപ്പിടമുള്ള ടോയ്ലറ്റ്. പിന്നെ വിശാലമായ ബെഡ്റൂം, നല്ല സിറ്റിംഗ് ഏരിയയും. ഇവിടെ ഏത് ആംഗിളിൽ നിന്ന് പുറത്തോട്ടേക്ക് നോക്കിയാലും നല്ല അടിപൊളി മനോഹരമായ പച്ചപ്പുള്ള കാഴ്ചകൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മഴ വന്ന്, അതേപോലെ വിശപ്പും. അതുകൊണ്ട് കുറച്ച് ചിക്കൻ ചിപ്പീസ് എടുത്ത് നമ്മൾ അവളിട്ട് പൊരിച്ചങ്ങ് എടുത്ത് സാധനം എടുത്ത് പുറത്തെടുത്ത് നോക്കിയപ്പോൾ നല്ല കിടക്കാച്ചി സ്മെല്ല്. നേരെ പ്ലേറ്റിലിട്ട് കഴിച്ചോക്കി, നല്ല അടിപൊളി ടേസ്റ്റും. നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മളെ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ടാക്കി. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒരു കടാപ്പുറം കണ്ട്. എന്നാൽ പിന്നെ വണ്ടി സൈഡാക്കി കുറച്ച് കടാപ്പുറത്തെ കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചു. കാലാവസ്ഥ അനുകൂലമായിട്ട് നല്ല കാറ്റും വെയിലും ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് കാറ്റും കൊണ്ട് നേരെ അടുത്തുള്ള കടയക്കാര് ഒരു സീറോ കോക്കും വാങ്ങി നമ്മൾ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ടാക്കി. പോകുന്ന വഴിക്ക് വാട്ടർഫാളിന്റെ ഒരു ബോർഡ് കണ്ട്. എന്നാൽ പിന്നെ അവിടെ കയറി അതും കണ്ട് പോവാന്ന് വിചാരിച്ചു. വാട്ടർഫാളിലേക്കുള്ള യാത്ര കാടും കല്ലും മുള്ളും നിറഞ്ഞായിരുന്നു. നമ്മളൊന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിച്ച് നമ്മൾ നടന്ന് അവസാനം നമ്മളെ വാട്ടർഫാളിന്റെ അടുത്ത് എത്തിപ്പെട്ട്. വാട്ടർഫാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മനോഹരമായ ചെറിയൊരു വാട്ടർഫാൾ. നമ്മൾ വാട്ടർഫാൾ കണ്ടതും ഓരോ കല്ല് ചാടി അവസാനം അതിന്റെ അടുത്ത് എത്തിപ്പെട്ട്. അവിടെ എത്തിയത് നല്ല അടിപൊളി ഫീൽ. എക്സ്ട്രാ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു കുളിപ്പാസൊക്കെ നിന്നില്ല. നമ്മൾ നേരെ അവിടുന്ന് കാലം കഴുകി നമ്മളെ മരം കാണാനുള്ള ട്രിപ്പ് വീണ്ടും തുടങ്ങി. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പെട്രോളിന്റെ വില കണ്ടത്. അത് കണ്ടപ്പോൾ നമ്മളെ കണ്ണ് തള്ളിപ്പോയി. $3.22. ഒടുക്കത്തെ കത്തി. കുറച്ചും കൂടി നീങ്ങിയപ്പോൾ നമ്മളെ മെയിൻ സ്പോട്ടിൽ എത്തിപ്പെട്ട്. നല്ല തിരക്കായിരുന്നു. നമ്മൾ അവിടുന്ന് വീണ്ടും കാല് കഴുകി ഉള്ളോട്ടേക്ക് നീങ്ങി. അങ്ങനെ നമ്മളെ ലെജൻഡറി കൗറിമരത്തിന്റെ അടുത്ത് നമ്മൾ എത്തിപ്പെട്ട്. ഉയന്റെ മോനെ, എന്താ സാധനം! ഒടുക്കത്തെ സൈസ്. എത്ര കൊല്ലങ്ങൾ പഴക്കമുള്ള മരായിരിക്കും.